നമസ്കാരം, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പപ്പടം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങ വറുത്തരച്ച പപ്പടം കറി. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അമ്മയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടക്കറിയാണ്. അതിന് 10 പപ്പടം. അതിന് വേണ്ട ചേരുവകൾ: 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കടുക്, 1 ചെറിയ ഉള്ളി, 1 വറ്റൽ മുളക്, 1 ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്, വേപ്പില, വെളിച്ചെണ്ണ ആവശ്യത്തിന്. തേങ്ങ അത് വറുത്തരയ്ക്കണം. അതിന് 2 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 വേപ്പില. ഇനി ചട്ടി അടപ്പത്ത് വെച്ച് തേങ്ങ വറക്കാം. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി തേങ്ങ ഇടാം. തേങ്ങ ഒരുമാതിരി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊന്ന് നല്ലോണം പച്ചമണം മാറണ വരെ പൊടികൾ ഇറക്കണം. മഞ്ഞൾപ്പൊടി, ഇത് നല്ല വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. പപ്പടം അരിഞ്ഞെടുക്കാം. ചെറുതര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. പപ്പടം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. ഇനി നമുക്കിത് വറക്കാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം തിളച്ചിട്ട് പപ്പടം ഇടാം. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഇട്ട് വറക്കാം. ഇത് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കറി ശരിയാക്കാം. വറ്റൽ മുളക്, കടുക്, ഉള്ളി അരിഞ്ഞത്, ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് നല്ലോണം ചൂടായാൽ മതി, വറുത്തരച്ച കാരണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. നല്ലോണം തിളക്കട്ടെ. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ചിലവ് കുറഞ്ഞത് എളുപ്പം ഉണ്ടാക്കാവുന്നതുമായ ഒരു കറിയാണ്. തേങ്ങ വറുത്തരച്ചില്ലെങ്കിലും പച്ചത്തേങ്ങ അരച്ച് വറയിൽ മൊരിയിച്ചാലും
മതിയാവും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടക്കറി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല കേട്ടോ, അത്ര സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. അതിൽ ഓപ്ഷൻസിൽ ഓൾ എന്നാക്കി കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.